ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. കടലായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുച്ചരണങ്ങളിൽ ഇന്ന് ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 46-ാമത്തെ അധ്യായം. ഭഗവാൻ ഉദ്ധവരെ ഗോകുലത്തിൽ ചെന്ന് നന്ദഗോപരെയും യശോദയെയും മറ്റും കണ്ട് സമാധാനിപ്പിക്കുവാനും ഗോപികമാരെ കണ്ട് അവരോടൊപ്പം സംവദിക്കാനും തൻ്റെ ഉപദേശങ്ങളും തൻ്റെ ഗോപികമാരോടുള്ള സംസാരവും ഒക്കെ അറിയിക്കുവാനും ഒക്കെ അയക്കുന്ന ഭാഗമാണ് 46-47 അധ്യായങ്ങൾ. ഇന്ന് 46-ാമത്തെ അധ്യായം, 253-ാമത്തെ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം തത്സത്. എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ഓം സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാലത ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംബരം തം നമാമി ഹരിംബരം. ഓം തത്സത്. ഓം ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ജന്മാദസ്യേതുന്മയാദിതരതശ്ചാത്വേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യൈസൂരയാ. തേജോ വാരിമൃതാ യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ ചിംവാപരീരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധതേ പ്രകൃതി ശുശ്രൂഷുഭി തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമുദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഗോ രസികാ വിഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 46-ാമത്തെ അധ്യായം. ഉദ്ധവർ ഗോകുലത്തിലേക്ക് പോകുന്നതും യശോദ നന്ദഗോപുരത്തെ കാണുന്നതുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. അത് ദശമസ്കന്ധ 46-തമോധ്യായ. ശ്രീശുഗോവാച വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദേഹസഖാ ശിഷ്യോ ബൃഹസ്പതി സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമാ. ഭഗവാൻ പ്രേഷ്ടം ഭക്തമേകാന്തിനം സ്വജിത് ഗൃഹീത്വാ പാണിനാ പാണിം പ്രപന്നാർത്തിഹരോ ഹരി. തിച്ചോദ്ധവ പ്രജം സൗമ്യ പിത്രോർണം പീതിമാവക ഗോപീനാം മധ്യയോഗാദ്യം സന്ദേശേ വിമോചയാം.
तावन्मनस्का मत्प्राणा मदर्थे त्यक्तदैहिक मामेवादैदं प्रेष्टमात्मानं मनसा गदा ये त्यक्तलोकधर्माशा मदर्थे तान् विवर्म्यहम्। ओम श्री कृष्णाय नमः। मयितापे सांप्रेष्टे दूरस्थे गोकुलस्त्रिया स्मरन्त्योऽङ्ग विमुह्यन्ति विरहोत्कण्ठ्य विह्वलाः। तारयन्द्रादिकृत्रेण प्रायप्राणान् कथञ्जन प्रत्यागमनसन्देशैर्वल्लभ्यो मे मदात्मिका। श्रीशुगोवाच इत्युक्त उद्धवो राजन् सन्देशं भर्तुरादृता आदाय रथमारुह्य प्रययौ नन्दगोकुलम्। प्राप्तो नन्दव्रजं श्रीमान् निम्लोजति विभावसना विभावसौ चन्नयान प्रविशदां पशूनां पुरारेणुभिः। ओम श्री कृष्णाय नमः। वासिदार्थे विबुद्धभिर्नादिदं सुष्मिभिर्वृषै दावन्तीभिश्च वाशाभिरुदो बारे स्ववल्सकान्। इतस्ततो विजङ्घभिर्गोवत्सैर्मण्डितं सिदैः गोदोहसंस्थापितं वेणूनां निस्वनेन च। गायन्तीभिश्च कर्माणि शुभानि बलकृष्णयो स्वलङ्कृताभिर्गोपीभिर्गोपैश्च सुविराजितम्। अग्न्यर्कादिति गोवी प्रभृत्य देवार्चना अग्न्यर्कादिति गो विप्रादित्य देवार्चनान्यदैः धूपदीपैश्च मालैश्च गोभावासैर्मनोरमम्। ओम श्री कृष्णाय नमः। सर्वदा पुष्पितवनं विजालीकुलनादिदं हंसकारण्डवाकीर्णे पद्मश्चण्डैश्च मण्डितम्। तमागतं तमागम्य कृष्णस्यानुचरं प्रियं नन्दप्रीतः परिषद्य वासुदेवाधियात्तैर्। पूजितं परमान्नेन संविष्टं कौशिकं सुखं गतश्रमं पर्यपृच्छत् पादसंवाहनादिभिः। पच्चिदङ्ग महाभागा सखानशूरनन्दना आस्ते कुशल्य पत्यादैर्युक्तो मुग्धसुहृदा। ओम श्री कृष्णाय नमः। दिष्ट्या कंसो पदपाभ सानुगस्वेन पाप्मना साधूनां धर्मशीलानां यदूनां दृष्टि यत्सदा। अभिस्मरजनः कृष्णो मातरं सुहृदसखीन् गोपान् व्रजञ्जात्मना तं गावो वृन्दावनं गिरिम्। अप्यायास्यति गोविन्द स्वजनान् सुहृदेच्छिदुं तर्हि द्रक्ष्याम तद्वक्त्रं सुनसं सुस्मिरेक्षणम्। दावेज्ञैर्वादवर्षाच्च वृषसर्पाच्च रक्षिता दुरत्ययेभ्यो मृत्युभ्यः कृष्णेन സുമുഖാത്മനാ. ശ്രീകൃഷ്ണ ഭഗവാൻ ഞങ്ങളെ അഗ്നിയിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ രക്ഷിച്ചു, സർപ്പത്തിൽ നിന്നും ഒക്കെ രക്ഷിച്ചു. അങ്ങനെയുള്ള ഭഗവാൻ ഞങ്ങളെ ഓർക്കുന്നില്ലേ, ഞങ്ങളെ മറന്നുപോയോ എന്നൊക്കെ ആ ഉദ്ധവർ പോകുന്ന വഴിയും ഗോകുലത്തെക്കുറിച്ചുള്ള വർണ്ണനയും അവർ പറയുന്ന പരിഭവവും ഒക്കെയാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓം ശ്രീകൃഷ്ണായ നമഃ. അവർ എപ്പോഴും കൃഷ്ണനെ സ്മരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഭഗവാൻ ഞങ്ങളെ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. സ്മരതാം കൃഷ്ണ വീര്യാണി ലീലാപാംഗനിരീക്ഷിതം അസിതം ഭാഷിതം ചാംഗ സർവാനശിതിലാക്രിയാഃ. സരിച്ഛൈലവനോദ്ദേശാൻ മുകുന്ദപദഭൂഷിതാൻ ആക്രീഡാനീക്ഷമാണാനാം മനോയാദിത്തദാത്മതാം. മന്യേ കൃഷ്ണം ച രാമം ച പ്രാപ്താവിക സുരോത്തമൗ സുരാണാം മഹദത്തായ ഗർഗസ്യ ഭജനം യഥാ. പ്രാണം മല്ലൗ ഗജപരീം തഥാം അവദിഷ്ടാം ലീലൈവ പശുനിവാ മൃഗാദിപശൂനി. താലത്രയം മഹാസാരം ധനുർയുക്തിമിവേപരാട് ബഭഞ്ജീകേന ഹസ്തേന സപ്താഹമദാഗിരീം. പ്രലംബോധേനുഗോരിഷ്ട തൃണാവർത്തോപഗാദയാ ദൈത്യാസുരാസുരജിതോ ഹതാ യേനേഹ ലീലയാ.
ശ്രീശുഭോവാച ഇത് സംസ്മൃത്യ നന്ദകൃഷ്ണാനുരക്തധി അത്യുത്കണ്ഠോ ഭവത്തുഷ്ണിം പ്രേമപ്രസരവിഹ്വല യശോദാവർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്ത്യാ ശൃണ്വാസ്ത്രാക്ഷീൻ ഓം ശ്രീകൃഷ്ണായ നമ. ഭഗവാന്റെ അത്ഭുതങ്ങളും ഭഗവാൻ ചെയ്ത ഗോവർദ്ധനത്തെ കയ്യിൽ പിടിച്ച് എഴുന്നാൾ നിന്നതും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ ഭഗവാനെ വർണ്ണിക്കുകയാണ്. ഇപ്രകാരം പറഞ്ഞ് അവർ ഭഗവാന്റെ ലീലകൾ പറഞ്ഞിട്ടൊന്നും അവർക്ക് അവസാനമില്ല. അത് കേട്ടിട്ട് ഉദ്ധവർക്കും മതിയായില്ല. യശോദയാണെങ്കിൽ തൻ്റെ പുത്രൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടും കേട്ടിട്ടും തൻ്റെ സ്ഥലത്തിൽ നിന്നും ആ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് അതായത് പാൽ ചുരന്നു വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പാരായണം ചെയ്യുന്നത്. തയോരിത്തം ഭഗവതി കൃഷ്ണേ നന്ദ യശോദയോ വീക്ഷ്യാനുരാഗം പരമം നന്ദ മാഹോത്സവോ മുദാ. യുവാം സാഖ്യതമോ തമോ നൂനം ദേഹിനാമിക മാനദ നാരായണ അഖില ഗുരു യത്കൃതാമതിരീദൃശി. ഏതോ ഹി വിശ്വസ്യ ച ബീജയോനി രാമോ മുകുന്ദ പുരുഷപ്രധാനം അന്വീയഭൂതേഷു വിലക്ഷണസ്യ ജ്ഞാനസ്യ ചേഷാദ ഇമോ പുരാണോ. യസ്മിൻ ജനപ്രാണവിയോഗകാലേ ക്ഷണം സമാവേശ മനോവിശുദ്ധം നിർഹൃത്യ കർമാശയമാസുയാദി പരാംഗരീം ബ്രഹ്മയോർഗവർണ. ആ പരമമായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് പുത്രനായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഭഗവാന്റെ ലീലകൾ കാണാൻ നിങ്ങൾ എത്ര പുണ്യം ചെയ്തവരാണ് എന്ന് ഉദ്ധവർ പറയുകയാണ്. തസ്മിൻ ഭവന്ധാഖിലം ആത്മവീതോ നാരായണീ കാരണമർത്യമൂർത്തോ ഭാവം വിദത്താം നിതരാം മഹാത്മൻ കിം വാവശിഷ്ടം സുകൃത്യം. ആഗമിഷ്യത്യുദീർഘേണ കാലേന പ്രജമച്യുതാം പ്രിയം വിധാസ്യതേ പിത്രോ ഭഗവാൻ സത്വതാം പതി. തത്വാകം സംരംഗമധ്യേ പ്രദീപം സർവദാത്വതാം യഥാ കവക്സമാഗത്യ കൃഷ്ണഃ സത്യം കരോതി തത്. മാഗിദ്യം മഹാഭാഗൗ ദക്ഷ്യത കൃഷ്ണമന്ദികേ അന്തർഹ്യതി സാ ഭൂതാനാമസ്തേ ജ്യോതിർവൈധസി. ഓം ശ്രീകൃഷ്ണായ നമഃ. നസ്യാസ്തി പ്രിയ കശ്ചിൻ നാ പ്രിയോ വാക്യമാനിന നോത്തമോ നാദമോ നാഭി സാമാനസ്യ സമോ വിവാ. ന മാതാ ന പിതാ തസ്യ ന ഭാര്യ ന സുതാദയ നസ്മിയോ ന പരസ്യാപി ന ദേഹോ ജന്മ ഏവ ച. ന ചാസ്യ കർമ്മ ആലോക്യ സദസന്മിശ്രയോനിഷു ക്രീഡാർത്ഥസ്വോപി സാധൂനാം പരിത്രാണായ കൽപ്പതേ. സത്യം രജസ്തമ ഇതി ഭജതേ നിർഗുണോ ഗുണൻ ക്രീഡന്നാദിരുത്ര ഗുണൈ സജന്യവതി സൃജത്യവതി കന്യജ. ഓം ശ്രീകൃഷ്ണായ നമഃ. യഥാ പ്രമദികാ ദൃഷ്ട്യാ ഭ്രാമ്യതീവ മഹീയതേ ചിത്തേ കർത്തരി തത്രാത്മാ കർത്തേവാഹം ധിയാസ്മൃത. ഇവയോരേവ നൈവായാം ആത്മജോ ഭഗവൻ ഹരിം സർവേഷാമാത്മജോ ഹ്യാത്മാ പിതാ മാതാ സ ഈശ്വര. ദൃഷ്ടം സുതം ഭൂത ഭവിഷ്യത് സ്ഥാസ്നുശ്ചരിഷ്ണോർമക കൽപകം ച വിനാച്യുതാത് വസ്തുതരാം ജന തരാം ന വാച്യം സ ഏവ സർവം പരമാർത്ഥഭൂതാ. ഏവം നിശാസാ ഭ്രുവദോർവൃഗീതാ നന്ദസ്യ കൃഷ്ണനാനുജരസ്യ രാജൻ ഗോപ്യാസമർത്തയ നിരൂപ്യ ദീപാൻ വാസ്തൂം സമഭ്യർച്യു സമഭ്യർച്യ ദദീനമന്ദൻ. ഓം ശ്രീകൃഷ്ണായ നമഃ. കാദീഭിദിഗ്ധൈർമണിഭിർവിരേജു രജുർവികർഷദ്ഭുജകങ്കണസ്രജ ചലന്നിദംബസ്തനഹാരകുണ്ടല ചുഷത്കപോലാരുണകുങ്കുമാനനാഃ. ജായതേ നാമരവിന്ദലോചനം പ്രജാംഗനാനാം നിവമസ്പൃശസ്വിനി ദധ്നസ്യ നിർമന്ദന ശബ്ദമിശ്രിതോ നിരസ്യതേയേന ദിശാമമംഗളം. ഭഗവത്യുദ്ധിതേ സൂര്യേ നന്ദധ്വാരി പ്രജൗഹസ
दृष्ट्वारथं शातकौम्भं कस्यायामिति च ब्रुवन् अक्रूर आगदा किं वा या कंसस्यात्तसाधका येन नीदो मधुगिरीं कृष्णा कमललोचना किं साधयिष्यत्यस्माभिर्भर्तुप्रेतस्य निष्कृतिम् इति स्त्रीणां वदन्तीनाम् ഉദ്ധവോകാത്മകാത്മിക. ഓം തസ്സത്. അക്രൂരനാണ് വന്നിരിക്കുന്നത് വീണ്ടും കംസന്റെ നിയോഗത്താൽ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ഗോപസ്ത്രീകൾ ആ തേര് കണ്ടിട്ട് ആശ്ചര്യപ്പെടുന്നതാണ് പാരായണം ചെയ്ത് നിർത്തിയത്. അടുത്ത അധ്യായത്തിൽ ഉദ്ധവരും ഗോപസ്ത്രീകളും തമ്മിലുള്ള സംവാദവും അവർ ഒരു വണ്ടിനോട് സംസാരിക്കുന്ന ഭ്രമരഗീതം എന്ന അവരുടെ ആ പ്രേമം, ഭഗവാനോടുള്ള പ്രേമം കാണിക്കുന്ന ഭ്രമരഗീതവുമാണ് അടുത്ത അധ്യായം. ഓം തത്സത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ നന്ദശ്ലോകാപനയനം നാമ ഷഡ്വാരിംശത്തമോऽധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവത കീർത്തനത്തോടുകൂടി ഭാഗവത പാരായണ ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുകയാണ്. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. തിരുനി പദ കമല കൃഷ്ണ കങ്കണ കരയുകള, കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീര. ദേവാ ജയ ജയ ഭാഗവത ഗതിനവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര. ദയയാ പാലയ ദാമോദര ഹരി തുളസീദാമോദര. ദേവാ ജയ ജയ ഭാഗവത ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ. കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന. ദേവാ ജയ ജയ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ. നാരായണ വര ഭട്ട വിനീകൃത തുതിവര ശുഭ ഫലദ. ദേവാ ജയ ജയ ഭാഗവത ഭൂതാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക. പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ. ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. ജയ ഗുരുമാരുത മന്ദിരനാഥ, ജയ ജഗദീശ ഹരേ. ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീ